ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 2 മണി ആയതേ ഉള്ളൂ. ഓക്കെ, വൈകുന്നേരം കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ഇപ്പം നേരത്തെ വീക്കിലി അനാലിസിസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും രാത്രിയിൽ ഈ സംഭവങ്ങളെല്ലാം മാറി മറിയാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഫൈനൽ ഡീൽ ഇന്ന് സൈൻ ചെയ്യുമെന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് അത് നിരാകരിച്ചു. സൈൻ ചെയ്യും, പക്ഷേ ഇന്ന് സൈൻ ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളിലെ മധ്യസ്ഥന്മാർ അവർ ഇറാനിലോട്ട് പോയിട്ടുണ്ട്, പാകിസ്ഥാൻ ഇറാനിലോട്ട് പോയിട്ടുണ്ട്, എൻ്റെ ആൾക്കാർ ഇറാനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇത് ജനീവ വെച്ച് സൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവസാനം ഇപ്പം ലാസ്റ്റ് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യും എന്നാണ്. നേരിട്ടുള്ളൊരു ഒപ്പല്ല, ഇലക്ട്രോണിക്കലി ഇത് എഗ്രി ചെയ്യും. അങ്ങനെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹുർമൂസ് വിത്തൗട്ട് ഫീസ് ഹുർമൂസ് ഓപ്പൺ ചെയ്യും. സീസ് ഫെയർ വരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 60 ദിവസത്തേക്കാണ് ഈ കരാർ. അപ്പോൾ ഇത് എൻ്റെ ഒരു കണക്കും പ്രകാരം ഇത് നടക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം എന്ന് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അമേരിക്ക നടക്കുകയാണ്. അപ്പം ഈ 60 ദിവസം ഈ വേൾഡ് കപ്പ് തീരുന്നതിനും വരെ എങ്ങനെയെങ്കിലും ട്രംപിന് ഇത് പിടിച്ചു നിർത്തിയേക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നാശകോടാലി ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അമേരിക്ക തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാന അന്തരീക്ഷം വേൾഡ് കപ്പ് കഴിയുന്നിടം വരെയെങ്കിലും നിലനിർത്താൻ ട്രംപ് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെമ്പററി ഒരു പീസ് ഡീൽ എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് രാത്രിക്ക് മുന്നേ ഇലക്ട്രോണിക്കലി ഇത് സൈൻ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കയ്യേലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, മനസ്സിലായില്ലേ? കയ്യേലപ്പുറത്ത് തേങ്ങയാണ് ഈ സംഭവം. അങ്ങോട്ട് വേണേൽ അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേൽ ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, അതായത് അൺഒഫീഷ്യൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് പതുക്കെ കയറി പോകുന്നുണ്ട്. ക്രൂഡ് അറൗണ്ട് $80 ഇപ്പോൾ ആയിട്ടുണ്ട്. ഗോൾഡ് അറൗണ്ട് 4225-30 ആ റേഞ്ചിലാണ് ഇപ്പം ഗോൾഡ് നിൽക്കുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം അല്ലെങ്കിൽ മാർക്കറ്റിലെ ഒരു സമവായത്തിനുള്ള സാധ്യത, ഒരു പീസ് ഡീലിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പം വരുന്നത്. എന്തായാലും രാത്രി എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇത് മാറി മറിയാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നെഗറ്റീവിനെ പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല തൽക്കാലം. നെഗറ്റീവ് തിരിച്ച് നമുക്കറിയാം മാർക്കറ്റ് എവിടെ വരെ പോകുന്നുള്ള കാര്യം. അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിന് മുന്നേ ഞാൻ നിങ്ങളോട് നടത്തിയ റിക്വസ്റ്റ്, ധനിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ധാരാളം പേര് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അതിനകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലരും മെസ്സേജ്, സാറേ അതിനകത്തിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ബ്രോക്കർ നിങ്ങളുടെ മറ്റുള്ള ആപ്പുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അറിയാൻ വയ്യാത്തവർ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു ട്രേഡ് ഇൻ ധൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, മലയാളം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഇഷ്ടം പോലെ ധനിൻ്റെ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ കിടപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഇനി അഥവാ അതും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമയം പോലെ സിമ്പിളായിട്ട് ഞാനൊരു മലയാളത്തിൽ ഒരെണ്ണം ചെയ്യാം, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഓക്കെ, സിമ്പിളാണ്. എല്ലാ ബ്രോക്കറിൻ്റെ ആപ്പിനും അത് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിച്ച എല്ലാത്തിനും നന്ദി. നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്, നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമ്മൾ പണ്ട് ഏകദേശം ഒരു 3-4 മാസം മുന്നേ തന്നെ വരച്ചിട്ടേക്കുന്ന വരയാണിത്. ഈ വരയിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. മന്ത്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിൽ നിന്ന് നല്ല റിജക്ഷൻ ക്യാൻഡിൽ, ഇതൊരു സ്പിന്നിങ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ റിജക്ഷനോടെയാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും ഫർദർ? നമുക്കിത് വീക്കിലി നോക്കാം. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കാര്യം കാണാൻ പറ്റും. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് മറുബോസു ക്യാൻഡിലാണ് കാണുന്നത്. വെരി സ്ട്രോങ് വീക്കിലി ക്യാൻഡിൽ, വെരി സ്ട്രോങ് മറുബോസു ക്യാൻഡിലാണ് കാണുന്നത്. അങ്ങനെ ഈ മറുബോസു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഓക്കെ, ഈ മറുബോസു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ എത്തും? 24,593-600 റേഞ്ചിൽ 24,500 വരെ എത്താനുള്ളത്. അതായത് നിലവിലത്തെ അവസ്ഥയിൽ നിന്ന് 1000 പോയിൻ്റ് കൂടെ വീണ്ടും മാർക്കറ്റ് റാലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ?
ഈ പീസ് ഡീൽ സൈൻ ചെയ്താൽ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, കയ്യാലപ്പുറത്തേക്ക് തേങ്ങയാണ്, എന്ത് സംഭവിക്കുക നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രാത്രി ഈ കാര്യങ്ങളൊക്കെ മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അങ്ങനെ പോസിറ്റീവ് മൊമെൻറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഹ്യൂജ്, ഇന്ന് രാത്രി സൈൻ ചെയ്താൽ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് നാളെയല്ല, ഈ വീക്കിൽ ഒരു പക്ഷേ 24,500 600 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പറയുന്ന ഈ ഹൈ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ വീക്കിലി ബേസിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡെയിലി നോക്കുവാണെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിലൊരു അപ്സൈഡ്. ഡെയിലി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കിനിയും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോവാം. 5 മിനിറ്റ് ഇൻട്രാഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റിലോട്ട് വരാം. 5 മിനിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 24. ഇപ്പോൾ നമ്മുടെ കൊടിമരമൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. കൊടിമരം ഒന്നും വേണ്ടായിരിക്കും. ഇപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 23,800 അടുത്തടുപ്പിച്ചായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 23,800, 23,880 ആ അടുത്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇന്ന് രാത്രി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, നാളെ വെളുപ്പിനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ സിറ്റുവേഷൻ അനുസരിച്ച് നാളെ വെളുപ്പിനെ രാവിലെ ഞാൻ ഒരു വോയിസ് ഇടാം ഗ്രൂപ്പിൽ. ഓക്കെ, ഒരു വോയിസ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ 23,800 അടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,800 അടുത്തടുപ്പിച്ച് എവിടെ ഓപ്പൺ ചെയ്ത് നോക്കണം. ഈ 23,800-നും 880-നും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,800 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അല്ല 24,000-ന് അടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 400 പോയിൻറ്റ് 350-400 പോയിൻറ്റിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കണം 24 ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ല, തിരിച്ച് ഈ 23,880 സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കണം. കാരണം ഇപ്പം നമുക്ക് അൺക്ലിയർ ആണ്, നമുക്കൊന്നും വെറുതെ ഊഹിച്ച് പറയാമെന്നുള്ളതല്ലാതെ ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഇല്ല, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയത്തില്ല, എന്തുമാത്രമാണ് ഇത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം ആഴത്തിലാണെന്നുള്ള കാര്യം നമുക്ക് നിലവിൽ അറിയത്തില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറുതെ വിടുവായത്തിനും വിളിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല, അൺക്ലിയർ ആണ്. അപ്പോൾ ഒരു ഊഹാഭാവം മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 23,800-നടുത്ത് 23,800 എന്ന് പറയുമ്പം 150 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ 23,800-നും 24,000-ന് ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ. അതാണ് സാധ്യത കൂടുതൽ. 24,000-നും 23,800-നും ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 24,000 കട്ട് ചെയ്ത് മുകളിൽ പോവും, അതോ ഈ 23,850 ആണോ 23,800 ആണോ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. ആ ഏരിയ നോക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു മൊമെൻറ്റം നമുക്ക് തീരുമാനിക്കാൻ, ഒരു കൺഫർമേഷനിലേക്ക് നമുക്ക് എത്താനോ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് ശേഷം ബാക്കി ഫർദർ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മളും പോകാന്നുള്ളതേ ഉള്ളൂ. മുകളിൽ 24,340 നമ്മുടെ ഈ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പം എന്തായാലും പറയാൻ പറ്റത്തില്ല. നാളെ രാവിലെ ഞാൻ എന്തായാലും ഒരു വോയിസ് ഇടാം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു വോയിസ് ഇടാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ നാളെ ഈ പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു 1000 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബാങ്ക് നിഫ്റ്റി നമ്മുടെ കൃത്യമായിട്ടുള്ള ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 57,830. ഇതിന് ഏകദേശം ഇവിടുന്ന് 1000 പോയിൻറ്റിൻ്റെ അകലമുണ്ട്. അപ്പോൾ നാളെ ഇത് 57,830 അടുത്തടുപ്പിച്ചാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. താഴെയാണോ മേളിലാണോ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നാളെ പറന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 14,463 പ്രതീക്ഷിക്കാം നാളെ. ഇവിടുന്ന് ഏകദേശം 200, 400, 350, 400 പോയിൻറ്റ് അകലെയാണ്. മെയിൻ റെസൻസ് എന്ന് പറയുന്നത് 14,590. അപ്പം എല്ലാം നമ്മുടെ ലെവലിലാണ് നിൽക്കുന്നത്. നാളത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അനുസരിച്ച് അതിനൊത്ത് ട്രെൻഡിനൊത്ത് പോകാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഏവരുടെയും ഇഷ്ടഭാജ്യമായ സെൻസെക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സ് നാളെ പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 76,224 മുകളിലായിരിക്കും. ഓക്കെ, 76,224 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 802 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, അതും ഞാൻ പറഞ്ഞല്ലോ വെരി അൺക്ലിയർ ആണ്. നമുക്ക് വെളുപ്പിനെ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇനിയല്ല ഒരു വയലൻ്റ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ വെളുപ്പിനെ ഇടേണ്ടതെന്ന് ചെയ്യാം. നോ പ്രോബ്ലം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. കാരണം ഞാൻ ഇന്ന് വീക്കിലി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരും, നമ്മുടെ കാര്യങ്ങൾ മുടങ്ങിപ്പോവും. അതുകൊണ്ട് എന്തായാലും ഒരു ക്ലാരിറ്റി വരത്തക്ക രീതിയിൽ
ഒന്നുകിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ ചെറിയ അപ്സൈഡോ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് തരാം. അല്ല ഒരു വയലൻ്റ് ഒരു വലിയ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ രാവിലെ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ എല്ലാവർക്കും ഒരു അടിപൊളി പ്രോഫിറ്റ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.